തിരുവനന്തപുരം കേശവദാസപുരത്തിന് സമീപം നമ്മുടെ പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. ടോട്ടലായിട്ട് 12 സെൻറ്റിൽ 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു കെട്ടിടത്തോട് കൂടി ഈ പ്രോപ്പർട്ടി വാടകയ്ക്കാണുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പ്ലേ സ്കൂളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ നടത്താനോ ആ രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ സ്ഥാപനമുണ്ട് അതിൻ്റെ ജീവനക്കാരെ താമസിപ്പിക്കാനോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ റോഡ് ലെവലിൽ നിന്ന് കാണുന്നതല്ല, ഇതിനെ താഴേക്കായിട്ട് ബേസ്മെൻറ്റിലും സെല്ലാറുമായിട്ട് നമുക്ക് ടോട്ടലായിട്ട് 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന 7 ബെഡ്റൂമും വലിയ ഹാളും 3 നിലകളിലും കിച്ചണും ഒക്കെ ആയിട്ട് വലിയൊരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയിലെ ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ ഈ വിഷ്വൽ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് തന്നെ നേരെ കാണുന്ന വഴി, നമ്മുടെ ആ ശിവൻകോവിലേക്ക് കയറുന്ന ആ നേരെ കാണുന്ന വഴി കറക്റ്റായിട്ട് 1/2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. മുൻവശം ഫുള്ളായിട്ട് ഇതുപോലെ ഗേറ്റ് ആക്കിയിട്ട് ഇവിടെ നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു 3-4 വണ്ടികൾ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സൗകര്യമുണ്ട്. ഇവിടെ ആയിട്ട് കവേർഡ് പാർക്കിംഗ് കിട്ടും. നമുക്കിതാ ഇവിടെ നിന്ന് ഈ കാണുന്ന പോലെ നമ്മുടെ കാർ പാർക്കിങ്ങിൽ നിന്ന് തന്നെ താഴേക്ക് ഒരു സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തൊട്ട് താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ സൈഡിലൂടെയുള്ള സ്റ്റേഴ്സ് വഴി ഏറ്റവും താഴേക്കുള്ള ആ ഒരു പോർഷനിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ അകത്തുകൂടെയും നമുക്ക് സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ നില, അതായത് നമ്മുടെ ആ ഒരു റോഡ് ലെവലിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ള നില ഇതാണ്. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്കിതിനകത്ത് കുറേയധികം പിള്ളേരെ PG ഹോസ്റ്റലായിട്ട് നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ്. കാരണം കേശവദാസപുരം ജംഗ്ഷനൊക്കെ സമീപത്തായതുകൊണ്ട് തന്നെ ഒത്തിരിയധികം സ്ഥാപനങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്തുണ്ട്. മെയിനായിട്ട് ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സും അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഹാള്, ഇവിടെ രണ്ട് ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം. ഇപ്പോൾ ബാത്റൂമിനകത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം പുത്തൻ കണ്ടീഷനിലാക്കിയിട്ടുള്ള ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അതേ കണക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. അതായത് വലിയൊരു റൂം തന്നെയാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിനകത്തും ബാത്റൂം ഫിറ്റിങ്സും പൈപ്പ് ഫിറ്റിങ്സും എല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറ്റി റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് ഉള്ളത്. നമുക്ക് ഈ 3 ഫ്ലോറിലും കിച്ചൺ ഉണ്ട് കേട്ടോ. ഇതുപോലെ നല്ല വലിപ്പമുള്ള കിച്ചൺ 3 ഫ്ലോറിലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് തൊട്ട് താഴത്തെ ഫ്ലോറിലെ വിഷ്വൽസ് കാണാം. നമ്മുടെ ഈ ഒരു നിലയിലേക്ക് വീട്ടിനകത്തൂടെ, അതായത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഫ്ലോറിൽ നിന്ന് തന്നെ എൻട്രൻസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ പുറത്തുകൂടെയും നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരാവുന്നതാണ്. അപ്പോൾ ഈ കാർ പോർച്ചിൻ്റെ അടിയിലത്തെ സ്പേസ് ഇവിടെ നല്ലൊരു പോർഷൻ കിട്ടുന്നുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങളൊരു പ്ലേ സ്കൂളായിട്ടൊക്കെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രയോജനപ്പെടുത്താൻ പറ്റും കേട്ടോ. നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കളിക്കാനുള്ള സ്ഥലവും ആ രീതിയിലൊക്കെ ഇവിടവും ആ ചുറ്റുവട്ടമുള്ള മുറ്റവും ഒക്കെ ആക്കിയെടുക്കാൻ സാധിക്കും. കാരണം അത്യാവശ്യം നല്ല വലിയൊരു പ്രോപ്പർട്ടിയാണ്. 12 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇതുപോലെ വലിയൊരു ഹാള്, 3 ബെഡ്റൂംസ് കാണാം കേട്ടോ. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഇതിന് ഈ സൈഡിലായിട്ട് നമുക്ക് ബാത്റൂം സൗകര്യം കാണാം. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം, അവിടെ ആയിട്ട് അടുത്തൊരു ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂം ഉണ്ട് ഈ ഒരു നിലയിൽ. ഇവിടെ ആയിട്ട് നമുക്ക് കിച്ചൺ കാണാൻ സാധിക്കും. ഈ ഒരു സ്പേസ് അവർ മാറ്റുന്നുണ്ടാവുമേ. അങ്ങനെ വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓണറിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവർ റൂം മാറ്റിയിട്ടിരിക്കുകയാണ്. ഈ ഒരു നിലയിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു നിലയും കൂടെ ഉണ്ട്. ആ നിലയിലേക്ക് നമുക്ക് ഈ സൈഡിലുള്ള സ്റ്റേഴ്സ് വഴിയും വന്നിറങ്ങാവുന്നതാണ്. താഴത്തെ നിലയിൽ നമുക്കൊരു ഹാള്, കിച്ചൺ, 2 ബെഡ്റൂം ആ രീതിയിൽ വരുന്ന ഒരു ലേഔട്ടാണുള്ളത്. ഇതാണ് അതിൻ്റെ ചുറ്റുവട്ടം. ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലേ സ്കൂളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ മേളിലത്തെ 2 നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ഥാപനം നടത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം. ആ രീതിയിലൊക്കെ ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അത് വേറെ റെനോവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പുത്തൻ കണ്ടീഷനിലിരിപ്പുണ്ട്. ഈ കാണുന്ന പോലെ ഒരു ഹാള്, കിച്ചൺ, 2 ബെഡ്റൂംസ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെയും കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. നിങ്ങളുടെ ബിസിനസ് എന്താണോ, ഇപ്പോൾ പേയിങ് ഗസ്റ്റായിട്ട് നിർത്താനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലേ സ്കൂളാണോ, എന്തുതരം ആക്ടിവിറ്റിയും, അതായത് ഇങ്ങനെയുള്ളൊരു കമേഴ്സ്യലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതിപ്പോൾ നമ്മളൊരു റെസിഡൻഷ്യൽ പർപ്പസിന് ഒരു 3 ഫാമിലിക്കായിട്ട് അങ്ങനെയായിട്ട് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. ഒരു കമേഴ്സ്യലായിട്ട് ചെയ്യുന്ന രീതിയിൽ ആർക്കെങ്കിലും കൊടുക്കാനാണ് താല്പര്യം. ആ ഒരു ചുറ്റോട്ടം കൂടെ ഉണ്ട്. അതുകൂടെ കാണിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം.
എങ്ങനെയാ വെച്ചാൽ ഇതുപോലൊരു കമേഴ്സ്യൽ ആക്ടിവിറ്റിക്കുള്ള ഒരു റെൻ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് അദ്ദേഹത്തെ വിളിക്കുക, പ്രോപ്പർട്ടി വന്ന് കാണുക. അതിനുശേഷം റെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള സ്പേസാണ് കേട്ടോ. ഇതും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ളൊരു സ്പേസാണ്.